ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ദൈവവും നമ്മളുമായുള്ള ബന്ധത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രത്യേകതയെപ്പറ്റി അല്പം ചിന്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. സങ്കീർത്തനക്കാരൻ പറയുന്നു, കഷ്ടത്തിൽ ദൈവം നമുക്ക് അടുത്ത തുണയാണ്. കഷ്ടത്തിൽ, നമ്മുടെ പ്രയാസ സാഹചര്യങ്ങളിൽ, നിസ്സഹായതയിൽ, അരിഷ്ടതയിൽ, ബലഹീനതകളിൽ, അമ്പരപ്പുകളിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നാം ഗതിമുട്ടി നിൽക്കുമ്പോൾ ഈ ദൈവം നമുക്ക് അടുത്ത തുണയാണ്. ആ വാക്ക് പ്രത്യേകം ശ്രദ്ധിക്കുക, അടുത്ത തുണയാണ്. അപ്പോൾ ദൈവം നമ്മോട് അടുത്ത് ആയിരിക്കണം എന്ന് നാം ആഗ്രഹിക്കുന്ന സാഹചര്യം ഇപ്രകാരം മാത്രമായിരിക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. കഷ്ടങ്ങളിൽ അവൻ നമുക്ക് ഏറ്റവും അടുത്ത തുണയാണ്. ഗോഡ് ഈസ് നിയർ ടു അസ്. അപ്പോൾ രണ്ട് സാഹചര്യങ്ങൾ നമ്മുടെ മനുഷ്യ ജീവിതത്തിലുണ്ട്. ഒന്ന്, ദൈവം നമുക്ക് അടുത്ത് ആയിരിക്കുന്നു, നമ്മോട് കൂടെ ആയിരിക്കുന്നു. അത് വളരെ മനോഹരമായി പരാമർശിച്ചുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കാം. അതിനേക്കാൾ വലിയ അടുപ്പം നമുക്ക് വിഭാവന ചെയ്യാൻ സാധ്യമല്ല. ആ അടുപ്പത്തിൻ്റെ ഒരു പ്രത്യേക അനുഭവമായിട്ടാണ് യേശു അന്ത്യ അത്താഴം ആചരിച്ചത്. ഒരു പ്രതീകമായിട്ട് ഒരു അപ്പം എടുത്ത് നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറയുന്നു, ഇതെൻ്റെ ശരീരം, നിങ്ങൾ ഭക്ഷിപ്പീൻ. അതുപോലെ തന്നെ പാനപാത്രം എടുത്ത്, ഇത് എൻ്റെ രക്തം, നിങ്ങൾ ഇതിൽ നിന്ന് കുടിപ്പീൻ എന്ന് പറയുമ്പോൾ ദൈവവും മനുഷ്യനുമായി ഉണ്ടാകേണ്ട അടുപ്പത്തിൻ്റെ വലിയ ആവശ്യകതയെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ഒരു സമീപനമാണിത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇങ്ങനെ ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം, സാധാരണ ജീവിതത്തിൽ ദൈവം നമുക്ക് ചെന്നെത്താൻ പറ്റാത്ത വിധത്തിൽ, ഒരു വിധത്തിലും സമീപിക്കാൻ കഴിയാത്ത വിധത്തിൽ അങ്ങ് ദൂരെ എവിടെയോ ആയിരിക്കുന്നൊരു പ്രതിഭാസമാണ്. ദൈവം നമുക്ക് ദൂരസ്ഥനാണ്. ഇപ്പോൾ രണ്ട് സാധ്യതകൾ, ദൈവവുമായി നാം പുലർത്തുന്ന ബന്ധത്തിൽ രണ്ട് സാധ്യതകളുണ്ട്. ഒന്ന്, ദൈവം നമുക്ക് സമീപസ്ഥനാണ്. രണ്ട്, ദൈവം നമുക്ക് ദൂരസ്ഥനാണ്. ഇത് നാം പരിഗണിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതിനെപ്പറ്റി അല്പം ഒരു വെളിച്ചമുണ്ടാകത്തക്കവണ്ണം ചില ചിന്തകൾ ഞാൻ പങ്കുവെച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് ദൈവം നമുക്ക് ദൂരസ്ഥനാണ് എന്ന് നമുക്ക് തോന്നുന്നതും, നാം അരിഷ്ടതയിലായിരിക്കുമ്പോൾ ദൈവം സമീപസ്ഥനാണ് എന്ന് നമുക്ക് തോന്നുന്നത്? അതിന് ഒരു യുക്തിയുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണ്. ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കും എന്നത് ഞാൻ വിശ്വസിക്കുന്നു. അതിനുവേണ്ടിയുള്ള എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ആദ്യമായി, ദൈവം എന്തുകൊണ്ടാണ് ദൂരസ്ഥനാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂരിപക്ഷ സമയങ്ങളിലും ബഹുഭൂരിപക്ഷ സമയങ്ങളിലും ദൈവം ദൂരസ്ഥനാണ്. അപൂർവം വളരെ അപൂർവം ചില സാഹചര്യങ്ങൾ മാറ്റിവെച്ചാൽ ജീവിതത്തിൻ്റെ സിംഹഭാഗങ്ങളിലും നമ്മുടെ ബോധ്യം ദൈവം ദൂരസ്ഥനാണ്. എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ തോന്നുന്നത്? അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ ജീവിതം ഉൾക്കൊള്ളുന്നത് നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന പ്രവൃത്തികളുടെ ആകത്തുകയായിട്ടാണ്. നമ്മുടെ പ്രവൃത്തികളെ നാം പരിശോധിക്കുമ്പോൾ അവയൊക്കെയും ഭൗതികമാണ്. അതുകൊണ്ട് തന്നെ അവ ഭൗതികമായ നിയമങ്ങളെ മാത്രം ആശ്രയിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ഇത് വളരെ വളരെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്. നാം ഈ ഭൗതികമായ ലോകത്തിൽ ജീവിക്കുന്നു. ആ ലോകത്തിലുള്ള സംസ്കാരം ശരീരത്തിന് മാത്രം പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ലോകമാണ്, സംസ്കാരമാണ്, ഒരു ലോകദർശനമാണ്. ഇവിടെ
ആത്മാവ് പ്രവർത്തിക്കുന്നു, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒന്നും തന്നെ സ്ഥിതി ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്നത് മുഴുവനും ഭൗതികമായ കാര്യങ്ങളാണ്. ഈ ഭൗതികമായ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഭൗതികമായ നിയമങ്ങളാണ്, ഫിസിക്കൽ ലോസ് എന്ന് പറയും. അത് സാർവലൗകികമാണ്. ഇപ്പോൾ വെള്ളം 100 ഡിഗ്രിയിൽ തിളയ്ക്കുന്നു. അതിവിടെയും അമേരിക്കയിലും അങ്ങനെയാണ്. പിന്നെ സമുദ്രത്തിൻ്റെ പരപ്പിൽ നിന്ന് വളരെയധികം ഉയർന്നാൽ അതിന് മാറ്റം വരും എന്നത് ശാസ്ത്രമാണ്. ഏതായാലും അത് മനുഷ്യൻ അറിയുന്ന നിയമങ്ങളെ ആസ്പദമാക്കി, അല്ലെങ്കിൽ ഇനി കണ്ടുപിടിക്കാനിരിക്കുന്ന നിയമങ്ങളെ ആസ്പദമാക്കി ഈ പ്രകൃതിയിൽ ഉള്ള പ്രകൃതി അടിസ്ഥാനമായിരിക്കുന്ന ഭൗതിക ലോകത്തിലുള്ള എല്ലാം പ്രവർത്തിക്കുന്നു. അപ്പോൾ നാം ഈ ഒരു പ്രക്രിയയുടെ ആകെത്തുകയിൽ ദൈവത്തെ നോക്കിയാൽ കാണാൻ സാധ്യമല്ല. കാരണം ഈ ലോകം പ്രവർത്തിക്കുന്നത്, ഭൗതികമായ ലോകം പ്രവർത്തിക്കുന്നത് അതിൻ്റേതായ നിയമം കൊണ്ടാണ്. ബറൂക്ക് സ്പിനോസ അല്ലെങ്കിൽ ബെനഡിക്റ്റ് സ്പിനോസ, ബറൂക്ക് സ്പിനോസ അദ്ദേഹത്തിൻ്റെ ജൂയിഷ് പേരായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയായപ്പോൾ ബറൂക്ക് ബെനഡിക്റ്റ് എന്നാക്കി. അപ്പോൾ സ്പിനോസ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷനില്ല. സ്പിനോസ അതുകൊണ്ടാണ് പറഞ്ഞത് പ്രകൃതിയാണ് ദൈവം, പ്രകൃതിയാണ് ദൈവം എന്ന് പറയാൻ കാര്യം. അത് വളരെ വിവാദങ്ങളുണ്ടാക്കി. ഞാൻ ആ വിവാദങ്ങളിലേക്ക് ഇപ്പോൾ പോയാൽ വളരെ ചിന്താക്കുഴപ്പമുണ്ടാകും എന്നതുകൊണ്ട് ഞാനത് ഒഴിവാക്കുകയാണ്. പക്ഷേ ഇതിൽ നാം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അതിനെപ്പറ്റി എനിക്ക് യാതൊരു സംശയമില്ല, നമ്മുടെ ജീവിതത്തിൻ്റെ 99.999% തികച്ചും ഭൗതികമായി മാത്രം പ്രവർത്തിക്കുന്ന സംഗതികളെ മാത്രം ഉൾക്കൊള്ളുന്നു, സംഗതികളെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇതിനകത്ത് ദൈവത്തിൻ്റെ പ്രവർത്തനം നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയില്ല. പിന്നെ ദൈവം ഉണ്ട് എന്നും അതൊരു വലിയ യാഥാർത്ഥ്യമാണ് എന്നും നമുക്ക് മനസ്സിലാകാൻ 2 വിധങ്ങളേ ഉള്ളൂ. ഒന്ന്, ഈ ഭൗതികമായ ലോകത്തെ സൃഷ്ടിക്കുകയും അതിനെ നിലനിർത്തത്തക്കവണ്ണം നിയമങ്ങളെ നിർമ്മിക്കുകയും സാധൂകരിക്കുകയും ചെയ്ത് അതിൻ്റെ നിലനിൽപ്പ് സുരക്ഷിതമാക്കിയ ഒരു ദൈവമുണ്ട്. അങ്ങനെ അതുകൊണ്ടാണ് സൃഷ്ടാവായ ദൈവത്തെ നാം അറിയുന്നത്. ദൈവത്തെ നാം സൃഷ്ടാവായി അറിയുന്നു. എന്നാൽ അതിൻ്റെ പ്രത്യേകത എന്താണ്? ദൈവം സൃഷ്ടിച്ച ഈ ലോകം അതിന് സൃഷ്ടിക്ക് ശേഷം പ്രവർത്തിക്കുന്നത്, ഈ സൃഷ്ടിയെ പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടി, നിലനിർത്തുന്നതിന് വേണ്ടി സൃഷ്ടികർത്താവ് തന്നെ നിർമ്മിച്ച് പ്രാബല്യത്തിൽ കൊണ്ടുവന്ന നിയമങ്ങൾ, അവയനുസരിച്ച് മാത്രമാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവം ഉണ്ട് എന്നതിൻ്റെ തെളിവ് ഇതിൽ നിന്ന് പ്രാപിക്കുകയില്ല. പക്ഷേ നാം വിശ്വാസത്താൽ ഈ ഭൗതികമായ ലോകത്തെ സൃഷ്ടിച്ച ദൈവമാണെന്നും അവയെ നിലനിർത്തുന്ന നിയമങ്ങളും ദൈവമാണ് സൃഷ്ടിച്ചതെന്നും, അതുകൊണ്ട് ആ നിയമങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ സ്വാധീനം, ദൈവത്തിൻ്റെ മേൽനോട്ടം, ദൈവത്തിൻ്റെ അസ്തിത്വം ഈ പ്രകൃതിയിൽ ഭൗതികമായ ലോകത്തിൽ നിലനിൽക്കുന്നുവെന്നും വിശ്വസിക്കാം. അതിൽ കൂടെ ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം. ഉദാഹരണമായിട്ട് നിങ്ങളൊരു രാജ്യത്ത് വസിക്കുന്നു. ആ രാജ്യത്ത് പാർലമെൻറ്റ് നിയമങ്ങൾ ഉണ്ടാക്കുന്നു. ആ നിയമങ്ങളനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങളും പാർലമെൻറ്റുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ പാർലമെൻറ്റ് ഉണ്ട് എന്ന് പത്രങ്ങൾ പറയുന്നു, മറ്റുള്ളവർ പറയുന്നു. ഇപ്പോൾ എല്ലാവർക്കും ഡൽഹിയിൽ പോയി പാർലമെൻറ്റ് കണ്ട് അവിടുത്തെ നിയമങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിൻ്റെ പ്രക്രിയ വ്യക്തിപരമായി മനസ്സിലാക്കി നിയമങ്ങളെ സ്വീകരിക്കാൻ സാധ്യമല്ല. അത് വിശ്വാസത്തിൽ തന്നെയാണ് എടുക്കുന്നത്. എന്നാൽ ആ നിയമങ്ങളെ സ്വീകരിക്കുന്നില്ല എങ്കിൽ നമ്മൾ പ്രയാസത്തിൽ ആകും. അതുകൊണ്ട് നാം നിയമം അനുസരിക്കുന്നു. അതുകൊണ്ട് പാർലമെൻറ്റ് ഉണ്ട് നാം വിശ്വസിക്കും. അപ്പോൾ ഈ ഒരു സമീപനമാണ്. പിന്നെ ദൈവമുണ്ട് എന്ന് അറിയുവാനുള്ള മറ്റൊരു മാർഗമാണ് അത്ഭുത പ്രവൃത്തികൾ നടക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആശയങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നില്ല. നിങ്ങൾ അത്ഭുത പ്രവൃത്തികളെ നോക്കുമ്പോൾ ഭൗതികമായ ലോകം സാർവലൗകികമായ നിയമങ്ങളിൽ കൂടെ പ്രവർത്തിക്കുമ്പോൾ, അത്ഭുതങ്ങളുടെ ലോകം വ്യക്തികളുടെ അനുഭവങ്ങളിൽ ഇവിടെയും ആയി സംഭവിക്കുന്നു. അത് എപ്രകാരം സംഭവിക്കുന്നുവെന്നോ അതിനെ നിയന്ത്രിക്കുന്ന നിയമം എന്തെന്നോ കണ്ടുപിടിക്കാൻ നമുക്ക് സാധ്യമല്ല.
അതുകൊണ്ടാണ് അവയെ അത്ഭുതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൗതികമായ ലോകത്തെ സൃഷ്ടിച്ച ദൈവം, അതിനെ മേൽനോട്ടം നടത്തുന്ന ഒരു ദൈവമുണ്ട് എന്ന് മാത്രം വിശ്വസിക്കുമ്പോൾ ഈ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതിൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. അത്ഭുതങ്ങളിൽ വിശ്വസിക്കണമെങ്കിൽ ഈ ഭൗതികമായ ലോകത്തെ നിർമ്മിക്കുകയും നിയമങ്ങളിൽ കൂടെ നിയന്ത്രിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്ന ഒരു ദൈവം, അതിലും ഉപരിയായി ശ്രദ്ധിക്കുക, അതിലും ഉപരിയായി ഈ നിയമങ്ങൾക്ക് അപ്പുറം ഓരോ വ്യക്തികളുടെയും പ്രത്യേകമായ അവസ്ഥകളോട് പ്രതികരിക്കുന്ന ഒരു ദൈവം. മറ്റേത് സാർവലൗകികമായ നിയമങ്ങളുണ്ടാക്കി അവയ്ക്കനുസരിച്ച് ലോകത്തെ പ്രവർത്തിപ്പിക്കുന്ന ദൈവം. ആ ദൈവത്തെ സമീപിപ്പാനോ കാണുവാനോ ആ ദൈവത്തോട് വ്യക്തിപരമായി ബന്ധം ശാരീരിക ബന്ധം, ഞാൻ ശാരീരികം എന്ന് പറയുമ്പോൾ പെർസെപ്റ്റിബിൾ, നമുക്ക് അനുഭവിക്കാവുന്ന തരത്തിലുള്ള ഒരു ബന്ധം ദൈവവുമായി സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ കണ്ണുകൊണ്ട് കാണുന്നു, അല്ലെങ്കിൽ ചെവി കൊണ്ട് കേൾക്കുന്നു, അല്ലെങ്കിൽ സ്പർശിക്കാൻ ഒക്കുന്നു, അല്ലെങ്കിൽ മണത്തറിയാൻ കഴിയുന്നു. ദൈവത്തിന് പ്രത്യേകമായൊരു സ്മെല്ലുണ്ട്, മണമുണ്ട്, അത് മണക്കാൻ ഒക്കുന്നു. അങ്ങനെ നമുക്ക് ദൈവവുമായി ബന്ധപ്പെടുത്തുവാൻ സാധ്യമല്ല. അതാണ് ഭൗതികമായി പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ കാണുന്നത് മാത്രമേ ഞാൻ വിശ്വസിക്കുകയുള്ളൂ എന്ന് മനുഷ്യൻ നിർബന്ധിക്കുമ്പോൾ അതിനകത്തൊരു തത്വമുണ്ട്. നാം അതിനെ കളിയാക്കിയിട്ട് കാര്യമില്ല. അതങ്ങനെ മാത്രമേ പറയാൻ സാധ്യമാകുകയുള്ളൂ. സത്യസന്ധമായ നിലപാടും കൂടെയാണ്. ഞാൻ അതിനെ ബഹുമാനിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ ഈ സാർവലൗകികമായ നിയമങ്ങൾ സൃഷ്ടിച്ച ദൈവത്തിന് മറ്റൊരു വിധത്തിലും പ്രവർത്തിക്കാൻ സാധിക്കും. അതായത് വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ പ്രത്യേകമായ അനുഭവത്തിൽ അവരോട് സഹാനുഭൂതിയിൽ പ്രതികരിക്കുമ്പോൾ ചില കാര്യങ്ങൾ സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഈ അത്ഭുതങ്ങളിൽ വിശ്വസിക്കാൻ സാധ്യമാകുകയുള്ളൂ. പക്ഷേ അങ്ങനെ ദൈവം ഇടപെടുമ്പോൾ അത് ഭൗതികമായ വിധത്തിലാകാൻ സാധ്യമല്ല, അത് ദൈവികമായി മാത്രമേ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത്, അത്ഭുതങ്ങളെ കച്ചവടവൽക്കരിക്കുന്ന ആളുകൾ അവർ പൈശാചിക ശക്തികളാണ്. അവർ ദൈവികമായ മർമ്മങ്ങളെ അറിയുന്നവരോ അനുസരിക്കുന്നവരോ ആദരിക്കുന്നവരോ അല്ല എന്ന് ഞാൻ പറയുന്നു. ദൈവികമായ സമീപനം എന്താണ് എന്ന് യേശുവിൽ കൂടെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അതെന്താണ്? യേശു ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ പ്രത്യേകതകളെ മനസ്സിലാക്കി അവയോട് അനുകമ്പയോടെ പ്രതികരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു വ്യത്യാസമുണ്ടാകുന്നു. അതിൽ ഞാൻ 100% വിശ്വസിക്കുന്നു. അതേസമയം ഞാനൊരു അത്ഭുത രോഗശാന്തി വിദഗ്ധനാണ്. ആരും എൻ്റെ അടുത്ത് വന്നാലും നിങ്ങളുടെ വ്യക്തിപരമായ അവസ്ഥ എന്താണെന്നൊന്നും എനിക്ക് പ്രശ്നമല്ല. എൻ്റെ അടുത്ത് വന്നാൽ ഞാനത് ശരിപ്പെടുത്തി തരാം. അത് മന്ത്രവാദിയാണ്, അത് പൈശാചികമായ പ്രവർത്തനത്തിൽ മാത്രം പെടുന്നതാണ് എന്ന് വിശ്വാസികൾ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മണ്ണിലുള്ള വിശ്വാസികൾ തിരിച്ചറിഞ്ഞാൽ നാം രക്ഷപ്പെടും. ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം ഇന്ന് തഴച്ച് വളരുന്ന കേരളത്തിലാണെന്ന് പറയുമ്പോൾ നമ്മെ അത്ഭുതപ്പെടുത്തേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. പല വിധത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ, മാരകമായ അന്ധവിശ്വാസികൾ, മനുഷ്യരെ കുരുതി കൊടുക്കുക, നരബലി കൊടുക്കുന്ന വിധം വരെ അന്ധവിശ്വാസം, സാത്താൻ സേവ ഇവിടെ വളരെ ശക്തമായി ഇപ്പോൾ നടക്കുന്നുണ്ട്. അങ്ങനെ പലവിധമായ വികൃതികൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി വ്യക്തത പ്രാപിക്കുക അനിവാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നത്. അത്ര എളുപ്പമുള്ള വിഷയമല്ല, എങ്കിലും നാം വ്യക്തമായി മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യങ്ങളാണിവ. അതുകൊണ്ട് ദൈവം ദൂരസ്ഥനും സമീപസ്ഥനുമാണ്, പ്രത്യേകം മനസ്സിലാക്കുക. ഇപ്പം നാം ലൗകികമായ ഭൗതികമായ തലത്തിൽ ജീവിക്കുമ്പോൾ, ഭൗതികമായ നിയമങ്ങളനുസരിച്ച് മാത്രം ജീവിക്കുന്നു. അവിടെ കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് അതിങ്ങനെ മാത്രമേ സംഭവിക്കാവൂ. അതിനിടയിൽ ഇത് സംഭവിക്കുകയില്ല. ആ ഭൗതികമായ തട്ടത്തിൽ ഭൗതികമായ നിയമങ്ങൾ, ഫിസിക്കൽ ലോസ് അനുസരിച്ച് മാത്രമേ സാധിക്കുകയുള്ളൂ, യാതൊരു സംശയവുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ അധികാരം, ദൈവം സൃഷ്ടിച്ച ഭൗതികമായ ഈ വ്യവസ്ഥിതി, സ്കീം ഓഫ് തിങ്സ്, അതിൽ മാത്രം അടങ്ങുന്നതല്ല. ഇതിൻ്റെ ആശയമല്ല. ഇമ്മാനുവൽ കാന്ത് റിലിജിയൻ വിതിൻ ദ ലിമിറ്റ്സ് ഓഫ് റീസൺ എന്ന പുസ്തകത്തിൽ 1705 അത് പബ്ലിഷ് ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. അതിൽ അദ്ദേഹം പറയുന്നതാണ്,
നിങ്ങൾ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുമെങ്കിൽ ദൈവത്തിന്, പ്രകൃതിയുടെ നിയമങ്ങൾ സൃഷ്ടിച്ച ദൈവത്തിന് അതിനെ കവച്ചു വെച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കൂടെ കഴിയുമെന്ന് വിശ്വസിക്കണം. അല്ലെങ്കിൽ വിശ്വാസത്തിന് യാതൊരു സ്ഥാനവുമില്ല എന്ന് അദ്ദേഹം പറയുന്നതിൽ കാര്യമുണ്ട്. നമുക്ക് പരിഗണിക്കേണ്ട അർത്ഥങ്ങളുണ്ട്, ഞാൻ സൂചിപ്പിക്കാം. അപ്പോൾ നാം ഈ ഭൗതികമായ പ്രക്രിയയിൽ ജീവിതത്തിൻ്റെ റുട്ടീൻ അതിൽ മാത്രം തങ്ങി നിൽക്കുന്നു. ജോലി ചെയ്യുന്നു, വരുമാനം ഉണ്ടാകുന്നു, വീട് സംരക്ഷിക്കുന്നു, ആഹാരം കഴിക്കുന്നു, ഉറങ്ങുന്നു, വിശ്രമിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മാത്രം തങ്ങി നിൽക്കുമ്പോൾ ദൈവികമായ ഒരു ഇടപെടലിനും അല്ലെങ്കിൽ ദൗത്യത്തിനും നമുക്ക് താല്പര്യമില്ല. അവയെല്ലാം മാറ്റി നിർത്തി ഭൗതികമായി മാത്രം നാം ജീവിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ അത്ഭുതം കൂടെ തിരികെ വെക്കാം എന്ന് പറഞ്ഞാൽ അത് വലിയ മണ്ടത്തരമാണ്. യാതൊരു യുക്തിയും ബോധവുമില്ലാത്ത മൃഗീയമായൊരാശയമാണ്. അതാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്ന് നാം തിരിച്ചറിയാം. ഇപ്പോൾ നാം നോക്കുമ്പോൾ പണ്ട് ആളുകൾ ദൈവത്തെ ധ്യാനിക്കുന്നതിന് വേണ്ടി മലയുടെ മുകളിലേക്ക് അല്ലെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകാറുണ്ടായിരുന്നു. ഇപ്പോൾ ഹിന്ദു മതത്തിൽ അത് വളരെ പ്രകടമാണ്. സന്യാസിമാർ ഹിമാലയത്തിൽ പോകുന്നു. എന്തുകൊണ്ട് പോകുന്നു? എൻ്റെ യുക്തി വളരെ അഭികാമ്യമാണ്. ഇപ്പോൾ മറ്റൊരു മതത്തിലായതുകൊണ്ട് അതിനെ പുച്ഛിക്കുക എന്നുള്ള മലയാളിയുടെ ഈ പരട്ട സ്വഭാവം ഉപേക്ഷിക്കണം. നന്മ എവിടെ കണ്ടാലും നന്മയാണ്, ബുദ്ധി എവിടെ കണ്ടാലും ബുദ്ധിയാണ്, വെളിച്ചം എവിടെ കണ്ടാലും വെളിച്ചമാണ്. അതിനെ സ്വീകരിക്കാനുള്ള ആന്തരികമായ വികാസം, വളർച്ച ക്രിസ്ത്യാനിക്കുണ്ടാകണം. അല്ലെങ്കിൽ നാം വെറും പരട്ടകളായി ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കും. ഭൗതികമായ സാഹചര്യങ്ങളെ ഉപേക്ഷിച്ച് അഭൗമമായ എന്തിനെയോ അന്വേഷിച്ച് മലയുടെ മുകളിലേക്ക്, കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ഒരു അച്ചടക്കം. ഇപ്പോൾ ക്രിസ്തീയ മതത്തിലാണെങ്കിൽ ഡെസേർട്ട് ഫാദേഴ്സ് ഉണ്ടായിരുന്നു. അവർ മരുഭൂമിയിൽ പോയി ദൈവത്തെ ധ്യാനിച്ചു, ആരാധിച്ചു. എന്തുകൊണ്ടത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിലൊരു യുക്തി, ഒരു മർമ്മമുണ്ട്. അത് മനസ്സിലാക്കണം. നാം ഈ ഭൗതികമായ പ്രക്രിയയിൽ മാത്രം, റുട്ടീനിൽ മാത്രം തങ്ങി നിൽക്കുമ്പോൾ ഇതിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ദൈവത്തെ അനുഭവിപ്പാനോ ആരായുവാനോ സാധ്യമല്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ആളുകൾ ഇത് വിട്ട് ഇതിനെ ഉപേക്ഷിച്ച്, ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ അന്വേഷിച്ച് മലയുടെ മുകളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ കാട്ടിൻ്റെ ഉള്ളിലേക്ക് പോകുന്നു. അതായത് ഈ ഭൗതികമായ ലോകത്തിൻ്റെ റുട്ടീൻ ജീവിതത്തിൻ്റെ ആ ചങ്ങല പൊട്ടിച്ച് അവർ മറ്റൊരു തട്ടത്തിലേക്ക് മാറുവാനായി ശ്രമിക്കുന്നു. അത് അഭികാമ്യമാണ്. പക്ഷേ ഈ ഒരു വെളിച്ചത്തിൽ നോക്കുമ്പോൾ യേശു ഒരു വലിയ മാറ്റം കൊണ്ടുവന്നു. എന്താണ്? ദൈവത്തെ അറിയുവാൻ മലയുടെ മുകളിൽ പോകേണ്ട ആവശ്യമില്ല, കാട്ടിൻ്റെ ഉള്ളിലേക്കും പോകേണ്ട ആവശ്യമില്ല, മണലാഴത്തിലും പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ തന്നെ ദൈവത്തെ അറിയുവാൻ കഴിയണം. കാരണം നിങ്ങളുടെ ജീവിതം ഈ ഭൗതികമായ വ്യവസ്ഥിതിയുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അതിനെ അതിജീവിക്കുന്ന ഒരു ഘടകം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ദൈവം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ആത്മാവ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, വെളിച്ചം നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് യേശു എന്ത് ചെയ്തു? മറ്റ് മതങ്ങളിൽ ദൈവത്തെ അന്വേഷിച്ച് ദൈവത്തെ അനുഭവിക്കേണ്ടതിന് ഭൗതികമായ വ്യവസ്ഥിതിയെ ഉപേക്ഷിച്ച് ദൂരേക്ക് പോകുമ്പോൾ, അത് ആ വ്യവസ്ഥിതിയുടെ ഉള്ളിൽ നിന്ന് ബാഹ്യമായി മറ്റൊരു തട്ടത്തിലേക്ക് പോകുമ്പോൾ, യേശു ദൈവികമായ സാധ്യതകളെ മനുഷ്യൻ്റെ ഉള്ളിൽ സ്ഥാപിച്ചു. ദൂരെയല്ല, ഉള്ളിൽ സ്ഥാപിച്ചു. അതുകൊണ്ട് യേശുവിൻ്റെ ആത്മീയ ദർശനത്തിൽ ദൈവം നമ്മോട് കൂടെയുണ്ട്, ഗോഡ് അബൈഡ്സ് വിത്ത് യു എന്ന ഒരാശയം വന്നു. മറ്റേത് ദൈവത്തെ കാണണമെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇടയിൽ തന്നെ ശബരിമലയിൽ പോയാൽ ശബരിമല ശാസ്താവിനെ കാണാം. അല്ലെങ്കിൽ അമ്പലത്തിൽ പോയാൽ അവിടെ ദൈവത്തെ, അതിന് വേണ്ടി വിഗ്രഹമുണ്ട്, ദൈവത്തെ കാണാം. എങ്കിൽ പള്ളിയിൽ പോയാൽ വിഗ്രഹമില്ലെങ്കിൽ ദൈവം അവിടെ ഉണ്ട്, അത് നമുക്ക് കാണാം. ദൈവത്തെ ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്തി നമുക്ക് ബാഹ്യമായി സ്ഥാപിച്ചിരിക്കുന്നു. ഇത് യേശുവിൻ്റെ ആത്മീയ ദർശനത്തിന് ഘടകവിരുദ്ധമാണ്. ഇപ്പോൾ പള്ളി ആയതുകൊണ്ട് നമ്മൾ ദൈവികമാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങൾ യേശുവിൻ്റെ ആത്മീയ ദർശനം അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കുമെങ്കിൽ യേശു ഈ ലോകത്തിൽ എന്താണ് പറയുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും വലിയ ആത്മീയ വിപ്ലവം എന്താണ്? മനുഷ്യൻ്റെ ഉള്ളിലാണ് എന്ന ഒരു ധാരണ കൊണ്ടുവന്നു.
അത് മനസ്സിലാക്കിയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നോ യു നോട്ട് ദാറ്റ് യുവർ ബോഡി ഈസ് ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അപ്പോൾ നാം ദൂരെ പോകേണ്ട ആവശ്യമില്ല, മലയുടെ മുകളിലോ കാട്ടിലോ കയറി പോകേണ്ട ആവശ്യമില്ല, നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഗോഡ് അബൈഡ്സ് വിത്ത് യു. ഇത് ആണ് ഏറ്റവും വലിയ അത്ഭുതം. അത് ആ ഒരു വിശ്വാസ പ്രമാണം ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ഉള്ളിലാണ് അത്ഭുതങ്ങളുടെ സാധ്യത. നമ്മുടെ ഉള്ളിലല്ലാത്തതൊന്നും അത്ഭുതമല്ല. അത്ഭുതത്തെ അന്വേഷിച്ച് ഓടി നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങളില്ല. അതുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ പറയുന്നത്, മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. നാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ ദൈവം നമ്മുടെ ഉള്ളിലാണ് എന്ന ബോധ്യം സൂര്യപ്രകാശം പോലെ നമുക്ക് വ്യക്തമാകുകയും അത് നമ്മുടെ വ്യക്തിത്വത്തെ ആകമാനം രൂപാന്തരപ്പെടുത്തുകയും വലിയ വലിയ ആത്മീയ ഫലപുഷ്ടി ഉണ്ടാകത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തുകയും ചെയ്യുന്നതിലൂടെ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ നമുക്കിടയാകുകയും ചെയ്യും എന്ന യാഥാർത്ഥ്യം സാക്ഷീകരിച്ച്